അമ്മേ ആ ആരാ ഇത്? ആ എന്തേ പതിവില്ലാതെ ഒന്നും പറഞ്ഞില്ല. പിള്ളേരെന്തേ? ആ അമ്മേ നാളെ ശനിയാഴ്ചയല്ലേ, ഞാൻ 2 ദിവസം പിള്ളേർക്ക് അവധി ആയതുകൊണ്ട് കഴിഞ്ഞു. പിള്ളേരവിടെ കളിക്കുന്നു. ആ ഞാൻ ചോറ് കുറച്ചേ ഇട്ടിട്ടുള്ളൂ. ആ നിങ്ങൾ ഈ പറയാതെ വന്നത് കൊണ്ട് ചോറ് ഇട്ടിട്ടില്ലായിരുന്നു. അമ്മേ അരി ഇരിപ്പുണ്ടോ? ഞാൻ വെക്കാം. അരിയോ? അരി കുറവാ കൊച്ചേ, അരി ഇടാനാണെങ്കിൽ അരി കുറവാ. ആണോ? എന്നാൽ പലഹാരം വല്ലതും ഉണ്ടാക്കാം. പിള്ളേർക്ക് പലഹാരവും പാലും കൂടെ കൊടുക്കാനുണ്ട്. പാലിരിപ്പുണ്ടോ? പലഹാരവും എന്നാൽ പിന്നെ ചെയ്. പാലാകെ 1 ഗ്ലാസ്സേ ഇരിപ്പുള്ളൂ. അതാ പെണ്ണ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് വല്ലതും കൊടുക്കാൻ വേണം. അത്രേ ഇരിപ്പുള്ളൂ. ശരി അമ്മേ. കുഴപ്പമില്ല. പിന്നെ നീ വന്നല്ലേ, എന്തായാലും മുറ്റം ഒന്ന് തൂത്തിട്. എൻ്റെ നടു പോയി ശകലം പോലും വയ്യ. ഞാൻ ഇച്ചേരം കിടക്കട്ടെ. എടി ചേച്ചി, നീ ഇതെപ്പോ വന്നോ? ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ കുറച്ച് നേരമേ ഉള്ളൂ വന്നിട്ട്. നീ വല്ലതും കഴിച്ചോ വന്നിട്ട്? കഴിച്ചില്ല. എന്തി പിള്ളേരെന്തി? പിള്ളേർ വല്ലതും കഴിച്ചോ? വന്നപ്പോൾ തൊട്ടേ അപ്പുറത്ത് പോയി കളിക്കുക. ഇല്ല, അവരൊന്നും കഴിച്ചില്ല. അമ്മേ അമ്മേ, നീ ഒന്നും ചോദിക്കാൻ പോകണ്ട അമ്മയോട്. നീ ഒന്നും മിണ്ടാതിരുന്നു ചുമ്മാ പോ. പാടി ഒറ്റ നീ വിളിച്ച് കൂടുന്നേ. ഇവര് വന്നിട്ട് അമ്മ ഇതുവരെ ഒന്നും കഴിക്കാൻ കൊടുത്തില്ലേ? അത് പിന്നെ ഇവിടെ ഒന്നും ഇല്ലായിരുന്നു. ഞാൻ എന്തോ അടുത്ത് ഇട്ട് വെച്ച് കൊടുക്കാനാ? ഇവിടെ ഒന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് കൊടുത്തില്ല. അത് പോട്ടെ, നീ എപ്പോഴാ വന്നേ? താണ്ട് ഇച്ചിരി ഓമയ്ക്ക ഇരിപ്പുണ്ട്, തരട്ടെ. നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ തൊടിയിലെയാ. അവക്ക് ഞാൻ കൊടുത്തില്ല. ഇവിടെ ഇരിപ്പില്ലയോ? അവക്ക് എടുത്ത് തിന്നെ അറിയത്തില്ലയോ? ഞാൻ കൊടുത്തില്ല. ഓ പിന്നെ ഒരു കൊച്ചാണ്ട് അവിടെ തുണി ഒന്ന് അലക്കി ഇട്ടേര്. അവളെ ജോലി ചെയ്ത് കഴിഞ്ഞ് വന്നതല്ലയോ? നീ ഒന്ന് തിരുമ്പി ഇട്ടേര്. അത് വേണ്ട, അവളൊന്ന് റെസ്റ്റ് എടുക്കാൻ വന്നിട്ട് ഇങ്ങനെയാണോ അമ്മ പെരുമാറുന്നത്? അമ്മേ കഴിയില്ല. നീ ഒന്ന് പോയേ. നീ ഇച്ചൂടെ ചോറ് കഴിച്ചു വെച്ചേ. അപ്പടി അങ്ങ് ക്ഷീണിച്ചു പോയി, ജോലിക്കൊക്കെ പോയി. നല്ലോണം അങ്ങോട്ട് കഴിക്കും. ഇച്ചിരി കറിയും കൂടെ വിളമ്പട്ടെ? വേണ്ടേ? എന്നാ നിറച്ചങ്ങോട്ട് കഴിക്കും. എനിക്ക് മതി അമ്മ, അവൾക്ക് കൊടുക്കാം. അവൾക്ക് അവിടെ മുന്നിലല്ലേ എല്ലാം ഇരിക്കുന്നത്. അവൾക്ക് വേമ്പി കഴിക്കത്തില്ലയോ? അവിടെ കൈ കുരുവൊന്നും ഇല്ലല്ലോ. അവളെ എടുത്ത് കഴിച്ചോളൂ. നീ അങ്ങോട്ട് കഴിക്കും നല്ലപോലെ അങ്ങോട്ട്. അമ്മേ, ഞാനെന്ന് ഇറങ്ങുവാ. പോവാണോ? ഇപ്പോഴാണെങ്കിൽ ഒരു ബസ് കാണും. ഒന്ന് നീ ഇറങ്ങിക്കോ. ഇപ്പൊ പോകുന്നതായിരിക്കും നല്ലത്. അല്ല പിന്നെ വൈകിട്ടാവും ബസ്സൊക്കെ വരണമെന്നുണ്ടെങ്കിൽ. ഇപ്പൊ പിള്ളേരെയും കൊണ്ട് ഈ പകല് പോകുന്നതല്ലേ നല്ലത്. എന്നാ നീ ഇറങ്ങിക്കോ. ഞാൻ ചോറ് കുറച്ചിട്ടാൽ മതിയല്ലോ ഇപ്പൊ ഇറങ്ങുവാണെങ്കിൽ. എന്നാ നീ ഇറങ്ങിയാട്ടെ. എടി ചേച്ചി, നീ അങ്ങ് പോവുകയാണോ? പിള്ളേരെ ഒന്നും ശരിക്കും കണ്ടുപോലും ഇല്ല. നീ 2 ദിവസം നിൽക്കാൻ വന്നതാന്ന് പറഞ്ഞിട്ട് ഇത്ര പെട്ടെന്ന് പോവുകയാണോ? എനിക്കറിയാം അമ്മയുടെ പെരുമാറ്റത്തിൻ്റെ ഇപ്പോൾ ചേച്ചി പോകാൻ ഇറങ്ങുന്നത്. ഇത് മോശമായി പോയമ്മേ. നീ എൻ്റെ ഈ പുറകെ നടന്ന് എന്നോട് എന്തിനാ ഇങ്ങനെ പറയുന്നത്? ഞാൻ അവളോട് എന്തോ ചെയ്തു? നീ പറ. അയ്യോ, അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം. അവളും അമ്മയുടെ മകളാണ്. അവളും 2 ദിവസം അമ്മയുടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഓടി ഇവിടം വരെ വന്നത്. അപ്പോൾ അമ്മ ഈ രീതിയിലൊക്കെ പെരുമാറിയാൽ അവൾക്ക് എന്തോരം വിഷമം ഉണ്ടാവും. അവളും പഠിച്ചു തീരുന്നതിന് മുമ്പ് അമ്മ കല്യാണം കഴിപ്പിച്ച് വിട്ടതല്ലേ അവളെ. അവൾക്ക് ജോലിക്ക് പോകാനോ വരുമാനം ഉണ്ടാക്കാനോ പറ്റത്തില്ല. പൈസ ഇല്ലാത്തത് കൊണ്ടല്ലേ അമ്മയ്ക്ക് അവളോടൊരു വിലയില്ലാത്തതും അവളെ ഈ രീതിയിൽ അമ്മ കാണുന്നത്. പൊന്നു മക്കളെ, നിങ്ങൾ പറയുന്നതെല്ലാം അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അമ്മ ജീവിച്ച് വളർന്ന സാഹചര്യം അമ്മ ഇങ്ങനെ ആക്കി എന്നുള്ളതാണ്. നിങ്ങൾ പറയുന്നത് തന്നെ അമ്മയ്ക്കും ഉണ്ടായിരുന്നൊരു ചെറുപ്പകാലം. അമ്മയ്ക്ക് എന്താ ഇഷ്ടമുള്ളതെന്നോ എന്താ വേണ്ടതെന്നോ അല്ലെ എന്ത് ആഹാരമാണ് അമ്മയ്ക്ക് ഇഷ്ടമെന്നോ ആർക്കും അറിയത്തില്ല. എനിക്കും അറിയത്തില്ല. എന്നോട് നിങ്ങൾ ചോദിച്ചു അമ്മയ്ക്ക് എന്നാ ഇഷ്ടമുള്ളതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ജീവിച്ച് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ എന്നെയും പിടിച്ച് കെട്ടിച്ചു വിട്ടു. എനിക്കൊരു പ്രായമാകുന്നതിന് മുമ്പ് തന്നെ ഒരു കുഞ്ഞും ഉണ്ടായി. ആ കുഞ്ഞിനെ എനിക്ക് എൻ്റെ രീതിയിൽ വളർത്താൻ പറ്റുള്ളൂ. അവളെ ഞാൻ എൻ്റെ രീതിയിൽ വളർത്തി അവളെ ഒരു സമയമാകുമ്പോൾ ഞാൻ കല്യാണം കഴിപ്പിച്ച് വിട്ടു. അതാണ് ജീവിതം എന്നാണ് ഈ അമ്മയ്ക്ക് അറിയത്തുള്ളൂ. അല്ലാതെ കൂടുതലൊന്നും അമ്മയ്ക്ക് അറിയത്തില്ല മക്കളെ. പിന്നെ നീ ജനിച്ചു, നീ സമൂഹമായിട്ട് ഇടപെട്ടു, നിനക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നു. അത് നീ ഈ വീട്ടിൽ നിന്ന് അപലപിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മാറ്റം വന്നു നിന്നോടുള്ളത്. പക്ഷെ അവള് വേറൊരു കുടുംബത്തിൽ ചെന്നപ്പം അവളോടുള്ള ചിന്താഗതി എനിക്ക് മാറ്റാൻ പറ്റിയില്ല. ചിലപ്പോൾ അമ്മയുടെ തെറ്റായിരിക്കും. അതൊരിക്കലും മക്കളോടുള്ള അമ്മയുടെ സ്നേഹക്കുറവല്ല എൻ്റെ കുഞ്ഞുമക്കളെ. നിങ്ങൾ അങ്ങനൊന്നും വിചാരിക്കരുത്. എന്തായാലും അമ്മ ഈ തെറ്റ് മനസ്സിലാക്കി ഇനി ഒരിക്കലും എൻ്റെ മക്കളോടൊരു വേർതിരിവ് അമ്മ കാണിക്കത്തില്ല. എൻ്റെ മക്കൾ അവരോട് ക്ഷമിക്കണം. കുഞ്ഞുമക്കളോ